പള്ളിക്കുന്ന് സ്കൂളിന് സമീപത്തെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് കാടുപടലങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുന്നു. നാളുകളായി സമാന രീതിയിൽ ടാങ്ക് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും വാട്ടർ അതോറിറ്റി അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതിന്റെ പരിസരം ശുചിയാക്കുവാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കൊക്കയാർ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന ടാങ്കാണിത്. പള്ളിക്കുന്നിൽ കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയ്ക്കരികിലാണ് ടാങ്ക് നിലകൊള്ളുന്നത്. നിലവിൽ ഈ ടാങ്കിന് ചുറ്റും വലിയ രീതിയിൽ കാടുപടലങ്ങൾ വളർന്ന് പന്തലിച്ചു കിടക്കുകയാണ്. ഇതോടൊപ്പം ടാങ്കിന്റെ മൂടിയും മാറിക്കിടക്കുകയാണ്. ഇവിടെ ഈ പള്ളിക്കുന്ന് പ്രദേശത്ത് ഈ 5 ഏക്കർ സ്കൂൾ, പള്ളിക്കുന്ന് LP സ്കൂൾ, അതിൻ്റെ പരിസരത്ത് ഒരു ജപ്പാൻ കുടിവെള്ള പദ്ധതി ഒരു ടാങ്കുണ്ട്. ആ ടാങ്കിൽ പരിസരമായിട്ട് മൊത്തം കാടടഞ്ഞു കിടക്കും. ആ അടപ്പുമില്ല, അടച്ചുകെട്ടുമില്ല. പക്ഷെ വെള്ളം ശുദ്ധീകരണമാണ്, ശുദ്ധവെള്ളമാണ്, നല്ല വെള്ളമാണ്. അതുകൊണ്ട് ആ കാടൊന്ന് വെട്ടിത്തെളിച്ച് മാറ്റാനുള്ള സംവിധാനം ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അത് വെള്ളം കാറ്റടിക്കുമ്പോഴത്തെ ആ ചപ്പ് മൊത്തം അതിനകത്ത് പോയി അത് അഴുക്കല്ലേ, വീണ്ടും കൂത്താടി ഉണ്ടാകത്തില്ലേ, കൂത്താടി പിടിച്ച് കിടക്കും. അത് വെള്ളം കുടിച്ചാൽ പിന്നെ അസുഖം ഉണ്ടാകത്തില്ലേ മനുഷ്യന്. കാടുപടലങ്ങളാൽ ഈ ടാങ്ക് മൂടപ്പെട്ടതോടെ ഇതിന്റെ പരിസരം മലീമസമാകുന്ന സാഹചര്യമുണ്ട്. ശക്തമായ കാറ്റുണ്ടാകുന്ന സമയത്ത് സമീപത്തെ കാടുപടലങ്ങളിലുള്ള ഇലകളടക്കം കുടിവെള്ളത്തിലേക്ക് വീഴുന്ന സാഹചര്യവുമുണ്ട്. വാട്ടർ അതോറിറ്റി അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്ന കെടുകാര്യസ്ഥതയാണ് ഇത്തരത്തിൽ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന ടാങ്ക് കാടുപടലങ്ങളാൽ മൂടപ്പെടാൻ കാരണമെന്നും പരാതി ഉയരുന്നുണ്ട്. ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ ടാങ്കിന്റെ പരിസരം വൃത്തിയാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ് പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആത്മവിദ്യാലയമേ ഇതിനകത്തിരുന്ന പുട്ടുപോലെ പുഴുങ്ങിയെടുക്കാലോ. എന്റെ പപ്പ ഈ മൂട്ട പോലത്തെ പാട്ട വണ്ടി ഒന്ന് മാറ്റിക്കൂടെ? ഈ വണ്ടി മാറ്റിയിട്ട് ഒരു പരിപാടിയില്ല. അത് നിങ്ങൾ ആലോചിക്കാൻ വേണ്ട. എന്നാ പിന്നെ ഇതൊന്ന് മോഡിഫൈ ചെയ്തുകൂടെ? മോഡിഫൈയോ? അതെന്നാ കുറിച്ച? എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ നടത്തി അടിപൊളിയാക്കാം. കാറ് പിന്നെ വേറെ ലെവലാ. എന്നാ വണ്ടി നേരെ ക്യാപിറ്റൽ കാർ ഫാൻസിലോട്ട് കിട്ടും. ജില്ലയിലെ ഏറ്റവും വലിയ കാർ ഫാൻസി ഷോറൂം ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന. അത്യാധുനിക ടെക്നോളജിയിൽ വീൽ അലൈൻമെന്റ് ആൻഡ് വീൽ ബാലൻസിംഗ്, വിദഗ്ധരായ ടെക്നീഷ്യൻസ്മാരുടെ സേവനം, ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ടയേഴ്സ്, മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവർ, പവർ വിൻഡോ, റെക്സിൻ, ഫ്ലോർ മാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസുകളും. അങ്ങനെ ക്യാപിറ്റൽ കാർ ഫാൻസിയിലെത്തിയപ്പോ ഞങ്ങളും അടിപൊളിയായി. ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന.